അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെയാ വലിയേട്ടൻ കല്യാണക്കാര്യം വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും എതിർത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല അച്ഛൻ. കനിയും ഹരിയും തമ്മിലുള്ള വിവാഹം തടയുന്നതിനുള്ള ആലോചന തിരുമുറ്റത്ത് ശക്തമാകുന്നു. പള്ളിയിൽ വെച്ച് കുഴഞ്ഞു വീണ ഏഞ്ചലിനെ കനി ആശുപത്രിയിൽ എത്തിക്കുന്നു. തുടർന്ന് കാണുക. കുട്ടിയുടെ അമ്മയാണല്ലേ? പെട്ടെന്നുണ്ടായ ഒരു അബോധാവസ്ഥ. ഇതിപ്പോ ആദ്യമായിട്ടായിരിക്കില്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. മുൻപ് പലതവണയും വന്നിട്ടുണ്ട് അല്ലേ? കാര്യമായ ട്രീറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അല്ലേ? കനി, ഏഞ്ചൽ എവിടെ? അത് ഡോണ്ട് വറി, ഷീസ് ഓക്കേ. എന്താ കനി, ഏഞ്ചലിന് എന്താ പറ്റിയത്? അറിയില്ല ഫാദർ. മണിക്കുട്ടിയായിട്ട് കളിയും ചിരിയുമായി ഏഞ്ചൽ ഒരിടത്തിരുന്നതാ. പെട്ടെന്ന് കുഴഞ്ഞു വീണു. വിളിച്ചിട്ട് ഒരനക്കവും ഇല്ല. ഞാൻ പെട്ടെന്ന് ഏഞ്ചലിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. അത് നന്നായി. ഇത്തരം സന്ദർഭങ്ങളിൽ തളർന്നു പോകരുത്. ഡോക്ടർ, ഞാൻ ഹരിനാരായണൻ, ഏഞ്ചലിന്റെ പപ്പയാ. ഏഞ്ചലിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് മോളെ എത്തിക്കുക. ശരി ഡോക്ടർ. ആ വരൂ. എന്റെ ഏഞ്ചൽ മോളെ. ഡോണ്ട് വറി, ഏഞ്ചലിന് ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? പള്ളിമുറ്റത്ത് തലചുറ്റി വീണു. അടുത്തൊരു ക്ലിനിക്കിൽ കാണിച്ചു. അവിടുന്ന് കൊണ്ടുവരിക. കുട്ടി അകത്തേക്ക് കൊണ്ടുപോവാ. ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. ആകാശമേ മണിക്കുട്ടി കരയുന്നു. എന്തിനാ മണിക്കുട്ടി കരയുന്നേ? കനിമ എവിടെ പോയി? ഏഞ്ചലിനെ എടുത്തോണ്ട് പോയി. എനിക്ക് ഏഞ്ചലിനെ കനിമ കാണണം. ഏഞ്ചലിനെ എടുത്തോണ്ട് കനിമ പോയി. എന്നിട്ട് കനിമ ഏഞ്ചലിനെ കാണണോ? ഇതൊരുമാതിരി കടം കഥ പോലെ ഉണ്ട്. എനിക്ക് കനിമ കാണണം. അവര് വരും. മണിക്കുട്ടിയെ വിട്ടിട്ട് കനിമ എവിടെ പോകാനാ? കരയാതെ കരയാതെ. ഇത് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. എന്നാലും ഏഞ്ചലിനെ കൊണ്ട് കനി ഇത് എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവും? ഹരി, എന്തായി ഡോക്ടർ? എന്തായാലും ഫസ്റ്റ് എയ്ഡ് ഗുണം ചെയ്തു. തക്ക സമയത്ത് ഏഞ്ചലിനെ അവിടെ എത്തിക്കാനായത് ഭാഗ്യം. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. ബട്ട് ഒരു മിനിറ്റ്. ഹരി, എന്താ സംഭവിച്ചത്? ഏഞ്ചലിന്റെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന എന്തോ ഉണ്ടായിട്ടുണ്ട്. അതാ അവളെ തളർത്തിക്കളഞ്ഞത്. അത് ഡോക്ടറിനെല്ലാം അറിയാലോ. മണിക്കുട്ടിയുടെ കൂടെ കളിക്കുന്നതിന്റെ പേരിൽ ഏഞ്ചലിന് നേരെ വല്ലാത്ത ടോർച്ചറിംഗ് ആണ് വീട്ടിൽ. ഇപ്പൊ അവിടെ കണ്ടില്ലേ, അതാണ് കനി. കനിയാണ് കൃത്യമായി ഏഞ്ചലിനെ ഡോക്ടറെ അടുത്ത് എത്തിച്ചതും ഫസ്റ്റ് എയ്ഡ് കൊടുപ്പിച്ചതും. ഏഞ്ചലിന് പ്രത്യേക കെയർ വേണ്ടുന്ന സമയമാണിത്. ഞാനെല്ലാം വ്യക്തമായി പറഞ്ഞതല്ലേ. കൊടുക്കാവുന്നത്ര സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കണ ഏഞ്ചലിന്. വീട്ടിലുള്ളവർ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? ഒന്നും അറിയാത്തവരല്ല അവരൊക്കെ. ശത്രുവിനോടെന്ന പോലെയാ ചിലപ്പോഴൊക്കെ അവർ ഏഞ്ചലിനോട് പെരുമാറുന്നത്. ഇന്ന് ഞാനത് നേരിൽ കണ്ടു. അതിന്റെ ഷോക്കിലായിരുന്നു മോള്. ഏഞ്ചലിന്റെ ഒരാഗ്രഹവും ഇന്നേ വരെ ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. ഇപ്പൊ എന്റെ മോള് പറയുന്നത് അവളെ സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ അവൾക്കൊരമ്മ വേണമെന്നാ.
അതും സാധിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുക ഞാൻ. ഡോക്ടർ, എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം. പൂർണ്ണ ആരോഗ്യവതിയായി. ഹരി, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലാണ് ഏഞ്ചൽ ഇപ്പൊ കിടക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ചെയ്യുന്നുണ്ട്. അതിനൊപ്പം നിങ്ങളുടെ സഹകരണം കൂടി വേണം. ഐ മീൻ കെയറിങ്. അതില്ലാന്നല്ല ഞാൻ പറയുന്നത്. ഏഞ്ചലിന് സന്തോഷം നൽകാൻ ഹരി എല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് കാര്യങ്ങളുണ്ടായാൽ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? ശരി. പിന്നെ ഇവിടെ നിന്ന് പോയാലും കുറച്ചു നാളത്തേക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിടണ്ട. വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി. ശരി. ഏഞ്ചലിന്റെ ഹൃദയമെടുപ്പ് കൂടാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒന്നിനും വഴിവെക്കരുത്. ഒരു മയിൽപ്പീലി തുണ്ടുകൊണ്ട് തഴുകുന്നത് പോലെ ആ കുഞ്ഞു മനസ്സിനെ തഴുകാനാകണം. അങ്ങനെയുള്ള കാര്യങ്ങളേ ചെയ്യാവൂ. ഓക്കെ? ഓക്കെ. ഡോക്ടർ എന്താ പറഞ്ഞേ? അത് അങ്ങനെ പേടിക്കാനും മാത്രമൊന്നുമില്ല. 1-2 ചെക്കപ്പ് കൂടി നടത്തണമെന്ന് പറഞ്ഞു. ഫാദർ എവിടെ? ഫാദർ ഏഞ്ചലിനെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് പോയി. ഏഞ്ചലിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആദ്യം കണ്ട ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലോ. അത് പിന്നെ ഏഞ്ചലിന് എന്താ പറ്റിയേ? ഏഞ്ചൽ ഒന്ന് തലയിറങ്ങി വീണു, അത്രേ ഉള്ളൂ. അറിഞ്ഞപ്പോ ഞാൻ വല്ലാതങ്ങ് പേടിച്ചു പോയി. ഒന്നും പറ്റിയില്ലല്ലോ. എന്റെ പ്രാർത്ഥന ഫലിച്ചു. പ്രാർത്ഥന? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയാം. എന്റെ മോളിപ്പോ ഈ അവസ്ഥയിലാവാൻ കാരണക്കാര് നിങ്ങളൊക്കെ. എന്നിട്ട് അന്വേഷണമായി വന്നിരിക്കുന്നു. വെളിയ ഇവരെ കൂട്ടത്തെ എന്നെ പെടുത്തണ്ട. ഞാൻ നിരപരാധിയാ. ഏഞ്ചലിന് നിങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അധികം ഇവിടെ നിൽക്കണമെന്നില്ല. അതെ, വയറ് നിറച്ച് കിട്ടിയപ്പോ തൃപ്തിയായല്ലോ. ഒരുങ്ങിക്കെട്ടി പോന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് വേണ്ട വേണ്ട വേണ്ട. കൈവിഷം നൽകി മയക്കിട്ട് പിറകെ തന്നെ കൂടിയിരിക്കല്ലേ. നിന്റെ മോഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഏഞ്ചലിന് നീ എന്താടി ചെയ്തേ? എന്തോ കൂടോത്രം ചെയ്തു ഏഞ്ചലിനെ ബോധം കെടുത്തുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് രക്ഷകയായി മാറുന്നു. കൊള്ളാം നിന്റെ നാടകം. അയ്യോ, ഇങ്ങനെയൊന്നും പറയരുത്. ഞാനൊരു കൂടോത്രം ചെയ്തിട്ടില്ല. നീ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. അതിനെ വേണ്ട. എന്തിനാ നീ വെറുതെ ഇങ്ങനെ ഇവരോട്? എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നിന്റെ ഒരു കള്ളക്കരച്ചിൽ. ഇതുപോലത്തെ നമ്പറുകളില് വലിയേട്ടം വീഴുമായിരിക്കും. ഞങ്ങളെ അതിന് കിട്ടില്ല. വലിയേട്ടന് ഭാര്യയില്ലെന്നും ഏഞ്ചലിന് അമ്മയില്ലെന്നും മനസ്സിലാക്കി കറക്റ്റ് പൾസിൽ തന്നെയാണല്ലേ നീ പിടിച്ചിരിക്കുന്നത്. എല്ലാ നമ്പരും കയ്യിലുണ്ടാവുമല്ലോ. സ്വഭാവ ഗുണം അങ്ങനെയാണല്ലോ. ഏഞ്ചലിനെ കൊണ്ടുവിടാനെന്നും പറഞ്ഞു വലിയേട്ടൻ അവിടേക്ക് വരുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. വല്ലാത്തൊരു മുതല് തന്നെയാ നീ. എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ തന്നെ വലിയൊരു തെറ്റാ. അതിലപ്പുറം എന്താടി വേണ്ടത്? രഹസ്യബന്ധം കഴിഞ്ഞ് കൊച്ചമ്മയാകാനുള്ള ഡ്രസ്സ് തയ്ച്ച് വച്ചിരിക്കുകയാണല്ലേ. എന്നാലും വല്യേട്ടന്റെ മനസ്സ് നീ മാറ്റിയെടുത്ത് കളഞ്ഞല്ലോ. സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളെ കാണുന്നത് ഏഞ്ചലിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോണം എന്നാ വല്യേട്ടൻ പറഞ്ഞത്. ഞങ്ങള് പോയേക്കാം. ഇഷ്ടക്കാരി ഇവിടെ നിക്ക്. പിന്നെ ഒരു കാര്യം കൂടി, ഇതോടെ ഏഞ്ചലിന്റെ കാറ്റ് തീർന്നു പോയാൽ ഈ വിവാഹം നടക്കില്ല. അവൾക്ക് വേണ്ടിയാണല്ലോ വല്യേട്ടൻ ഈ വേഷം കെട്ടുന്നത്. നേർച്ചകളുടെ എണ്ണം ഇനിയും കൂട്ടേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരാം.
ഡോക്ടർ അങ്കിളിനെ ഒന്ന് കാണാൻ പോയതാ. എന്നിട്ട് ഡോക്ടർ അങ്കിൾ എന്ത് പറഞ്ഞു? അത് നാളെ കഴിഞ്ഞിട്ട് ഏഞ്ചൽ മോളെയും കൂട്ടി ഇവിടുന്ന് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. എനിക്കൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ നാളെ വരെ ഇവിടെ കിടക്കുന്നേ? അത് ഏഞ്ചൽ മോളെ ഡോക്ടർ അങ്കിളിന് വലിയ ഇഷ്ടമായതുകൊണ്ടാ. എന്നോട് അങ്കിളിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് കാണാൻ പറഞ്ഞൂടായിരുന്നു? അത് അങ്കിള് വലിയ തിരക്കുള്ള ഡോക്ടർ അല്ലേ മോളെ. പപ്പ, എനിക്കിവിടെ കിടക്കണ്ട. എനിക്ക് മണിക്കൂട്ടിയുടെ അടുത്തേക്ക് പോകണം. മാലാഹക്കുട്ടിയെ ഡോക്ടർ അങ്കിൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കട്ടെ. മണിക്കുട്ടിയെ കാണുന്ന ആഗ്രഹം തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി. ഞാൻ മണിക്കുട്ടിയെ കൂട്ടി ഇവിടേക്ക് വരാം. എന്തേ? നല്ല കുട്ടി. എന്റെ ഏഞ്ചലിന്റെ കുഞ്ഞു മനസ്സ് നന്നായി വിഷമിച്ചിട്ടുണ്ട് ഫാദർ. തിരുമുറ്റത്തെ എല്ലാരും കൂടി എന്റെ ഏഞ്ചലിനെ അത്രയ്ക്ക് വിഷമിപ്പിച്ചിട്ടുണ്ട്, പേടിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമായിട്ടാ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. അറിയാം ഹരി. കാരണക്കാരായ എല്ലാരും പുറത്തു വന്ന് നിപ്പുണ്ട്, കള്ളക്കണ്ണീരും സങ്കടമായിട്ട്. ആനി എന്റെ കയ്യിലേക്ക് തന്നിട്ട് പോയത് അല്പായുസുള്ളൊരു കുഞ്ഞിനല്ലേ ഫാദർ. എന്റെ കുഞ്ഞിനെ ദീർഘായുസിലേക്ക് വീണ്ടെടുക്കാൻ ഉള്ളുനീറി പ്രാർത്ഥിക്കുന്ന ഒരു പപ്പയാണ് ഞാൻ. എനിക്കെന്റെ ഏഞ്ചലാ വലുത്. ഏഞ്ചലിന്റെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ് എനിക്ക് വലുത്. ജയനൊഴികെയുള്ള എന്റെ കൂടപ്പിറപ്പുകൾ മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. കനി കാണിക്കുന്ന സ്നേഹം പോലും തിരുമുറ്റത്തുള്ളവർ എന്റെ ഏഞ്ചൽ മോളോട് കാണിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വലിയ വിഷമം. ഹരി, സാത്താൻ കയറിക്കൂടുന്ന മനസ്സുകളിൽ സ്നേഹമെന്ന പരമമായ വികാരം നഷ്ടപ്പെടും. ഏഞ്ചലിനോട് അവരെന്തെങ്കിലും കടുംവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അതിലവർക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. നല്ലതു മാത്രം ചിന്തിക്കുന്ന ഒരാളാ ഹരി. മറ്റുള്ളവരുടെ നന്മ കണ്ട് അതിൽ ദുഃഖിക്കുന്നത് പോലെ മാലിന്യം നിറഞ്ഞൊരു മനസ്സ് മറ്റൊന്നില്ല. അവരെല്ലാരും കൂടി മുറിവേൽപ്പിക്കുന്നത് എന്റെ ഏഞ്ചലിന്റെ കുഞ്ഞു മനസ്സിനല്ലേ ഫാദർ. ദൈവമായിട്ട് തന്നെ എല്ലാറ്റിനും പരിഹാരം കണ്ടോളും. താനൊന്ന് സമാധാനിക്കുക ഹരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ഫാദർ. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. എന്നാ ശരി. കനി ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്ത് ഏഞ്ചലിന്റെ അടുത്ത് വരാഞ്ഞത്? ഏഞ്ചലിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ല ഫാദർ. വിഷമിക്കണ്ട, ഏഞ്ചലിന് ഇപ്പോ ഒരു കുഴപ്പമില്ല. ദൈവം അവളെ രക്ഷിക്കും. അവിടുത്തെ അത്ഭുത കരങ്ങൾ കൊണ്ട് ഏഞ്ചലിനെ സ്പർശിക്കും. ഏഞ്ചൽ സംസാരിച്ചോ? മൊത്തത്തിൽ ഒരു ക്ഷീണം കാണുന്നുണ്ട്. 2 ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വിഷമിക്കാനൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോ ആൾ ഉഷാറായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോ നമുക്കിറങ്ങിയാലോ? മണിക്കുട്ടി അവിടെ തനിച്ചേ ഉള്ളൂ. ഞാൻ ഈ വെപ്രാളത്തിനിടയിൽ മണിക്കുട്ടിയുടെ കാര്യം അങ്ങ് മറന്നു. കനി പോയി കാണുമെന്നാ ഞാൻ കരുതിയത്. വാ, വേഗം പോകാം. ഒന്ന് അടങ്ങി നിൽക്കും മണിക്കുട്ടി. കനിമ വരും. കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി എടുത്തോണ്ട് വരാനാ. വല്ല പരിപ്പോടെ വല്ല ആരുടെയൊക്കെ എടുത്തോണ്ട് വരാറുണ്ട്. മണിക്കുട്ടിയെ കാണാതെ കനിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അധികം വൈകാതെ കനിയും വരും. കനിമ വന്നല്ലോ. മണിക്കുട്ടി, കനിമയെ കാണണമെന്നും പറഞ്ഞ് എന്ത് ബഹളമായിരുന്നെന്നറിയാവോ? മോളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. പിന്നെന്തിനാ ബഹളം വെക്കുന്നത്? കനിമല്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. ഇനി എന്നെ കൂട്ടായിട്ട് കനിമ എവിടേക്ക് പോകണ്ട. ഇല്ല, പോവില്ല. ഏഞ്ചൽ എവിടെ കനിമ? അല്ല, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. കനി ഏഞ്ചലിനെ എടുത്തോണ്ട് പോയെന്നാണ് മണിക്കുട്ടി പറഞ്ഞത്. എവിടേക്കാ പോയെ? ആശുപത്രിയിലേക്ക്. ആശുപത്രിയിലോ? മണിക്കുട്ടിയോട് സംസാരിച്ചിരിക്കുമ്പോ ഏഞ്ചൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. വിളിച്ചിട്ട് മിണ്ടാതായപ്പോ ഏഞ്ചലിനെ എടുത്ത് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. ആദ്യം പോയെടുത്ത സൗകര്യങ്ങൾ കുറവായിരുന്നു. എന്ത് ചെയ്യണോന്നറിയാതെ കുഴങ്ങി നിൽക്കുമ്പോഴേക്കും ഭാഗ്യത്തിന് ഹരിസാറും ഫാദറും എത്തി. അവർ ഏഞ്ചലിനെ സ്ഥിരം കാണിക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാ സമാധാനമായത്.
കനിമ എനിക്ക് ഏഞ്ചലിനെ കാണണു. കാണാം. മോളൊന്നും കഴിച്ചില്ലല്ലോ. കഴിച്ചിട്ട് പോവാം കേട്ടോ. വാ. സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏഞ്ചലിന്റെ അസുഖം എന്തായിരിക്കും? ഞാൻ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടേക്കാം. ജോലി ചെയ്യുമ്പോൾ ഭയങ്കര വിയർപ്പിന്റെ അസുഖം. ഫാദർ, ഏഞ്ചലിന്റെ വിവരം വല്ലതും അറിഞ്ഞോ? ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ട് കർത്താവ്. ഇഷ്ടക്കൂടുതലുള്ളവരെ കർത്താവ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാ പറയാറ്. അങ്ങനെ കാണാം ഇതിനെ. ഏഞ്ചലിനെ കാണണമെന്നും പറഞ്ഞ് മണിക്കുട്ടി ഒരേ വാശിയായിരുന്നു. നാളെ കൊണ്ടുപോകാന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. പോകണം, ഏഞ്ചലിനെ കാണണം. പിന്നെ ഏഞ്ചലിന്റെ വിവരം അറിഞ്ഞ് ഹരിസാറിന്റെ ബന്ധുക്കളൊക്കെ ആശുപത്രിയിൽ വന്നിരുന്നല്ലോ. അവരൊക്കെ എന്നെ കണ്ടായിരുന്നു. അവിടെ വെച്ച് വളരെ മോശമായിട്ടാ അവരെന്നോട് സംസാരിച്ചത്. ഹരിസാറും ഞാനും തമ്മിൽ മോശപ്പെട്ട ബന്ധമുണ്ടെന്നും ഹരിസാറിനെ ഞാൻ കൈവിഷം കൊടുത്ത് വശത്താക്കിയിരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഞാൻ ചീത്തയാണെന്നും എന്റെ മോഹം നടക്കാൻ പോകുന്നില്ലെന്നും മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഞാൻ തകർന്നുപോയി. അവരോട് ഇന്ന് വരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെന്തിനാ അവരെന്നോട് ഇങ്ങനെയൊക്കെ? എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഫാദർ. അപ്പോ അവിടം വരെ എത്തിയ കാര്യങ്ങൾ അല്ലേ? അവരങ്ങനെയൊക്കെ പറയാനൊരു കാരണമുണ്ട്. ഞാനൊരു വിവാഹകാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ കനിയോട്? കനിയെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വിവാഹാലോചനയുമായി വന്നിട്ടുണ്ടെന്ന്. അതാരാണെന്ന് കേൾക്കാൻ പോലും കനി തയ്യാറായില്ല. അതും ഇതും തമ്മിൽ എന്തു ബന്ധം? ബന്ധമുണ്ട്. വിവാഹാലോചനയുമായി വന്നത് ആരാണെന്ന് അറിയാമോ? ഹരിനാരായണൻ. ഹരിസാറോ? അതെ, തിരുമുറ്റത്തെ ഹരിനാരായണൻ തന്നെ. ഫാദർ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഹരിസാറ് കനിയോട് ഒരു നുണ പറയേണ്ട കാര്യം എനിക്കില്ല. ഒരമ്മ വേണമെന്ന് ഏഞ്ചൽ ഹരിയോട് പറഞ്ഞു. കനിയെ മനസ്സിൽ കണ്ട ഏഞ്ചൽ അങ്ങനെ പറഞ്ഞത്. ഏഞ്ചലിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാ ഹരി വിവാഹാലോചനയുമായി എൻ്റെ അടുത്ത് വന്നത്. ആനയുടെ മരണശേഷം വേറൊരു വിവാഹത്തിന് മുതിരാതെ ഏഞ്ചലിന് വേണ്ടി മാത്രം ജീവിക്കുക ഹരി. അയാൾക്ക് എല്ലാം ഏഞ്ചലാണ്. വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ ഏഞ്ചലിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും മണിക്കുട്ടിയോടൊപ്പം കളിക്കാൻ അനുവദിക്കുന്നതുമൊക്കെ ഏഞ്ചലിന് വേണ്ടിയാ. മണിക്കുട്ടിയും കനിയും ഇല്ലാതെ ഏഞ്ചലിന് നിൽക്കാനാവില്ല. ഇനി ഒരു കാര്യം കൂടി കനി അറിയണം. കളിയും ചിരിയും കുസൃതിയുമായി ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടക്കുന്ന ഏഞ്ചൽ ഒരു രോഗിയാണ്. ഏത് നിമിഷവും നിലച്ചു പോയേക്കാവുന്ന ഒരു കുഞ്ഞു ഹൃദയവുമായാണ് ഏഞ്ചൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏഞ്ചലിന് കർത്താവ് ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണെന്ന്. എത്ര കാലം ജീവിച്ചിരിക്കുമെന്നറിയാത്ത ഏഞ്ചലിന് സന്തോഷം വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക ഹരി. ഏഞ്ചലിന്റെ ഏതാഗ്രഹവും ഹരി നടത്തി കൊടുക്കും. ഇപ്പോ ഏഞ്ചൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കനിയെയും മണിക്കുട്ടിയെയുമാണ്. അമ്മയായിട്ട് കനിയെയും എന്നും കൂട്ടായി മണിക്കുട്ടിയെയും വേണം ഏഞ്ചലിന്. ആ കുരുന്നിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടെ കനിക്ക്? ശുദ്ധതയുടെ പര്യായമാ ഹരിനാരായണൻ. ഏഞ്ചലിന്റെ ആഗ്രഹം ഹരി വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അത് സകലരും അറിഞ്ഞു. അതിന്റെ ഇഷ്ടക്കേടാ അവരാശുപത്രിയിൽ വെച്ച് കനിയോട് കാണിച്ചു.
അവർ പറഞ്ഞതൊന്നും കനി കാര്യമായിട്ട് എടുക്കണ്ട. കന്യാമറിയം വരെ അപവാദങ്ങളാൽ മൂടപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും സത്യമേ എന്നും മേൽക്കൈ നേടൂ. ഏഞ്ചലും കനിക്ക് മണിക്കുട്ടിയെ പോലെ തന്നെയാണല്ലോ. ആ നിലയ്ക്ക് വീട്ടുകാരുടെ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ഹരി ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇനി തീരുമാനിക്കേണ്ടത് കനിയാണ്. മോളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഏഞ്ചലിൻ്റെ മനസ്സ് വേദനിക്കരുത്. ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക. എന്നിട്ടൊരു മറുപടി പറയേ. അനുകൂലമായ മറുപടി ആയാൽ നന്ന്.